ഞാൻ മുഹമ്മദ് ഷായിലേക്ക് കൂടി ഒന്ന് വന്നാൽ, മുഹമ്മദ് ഷാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡൂബിയസ് ആയ ഇടപാടാണെന്ന് പറയുമ്പോഴും പൂർണ്ണമായൊരു റിപ്പോർട്ട് പുറത്തു വരാതെ BJP മറ്റെല്ലാ ഇടങ്ങളിലും EDയെയും CBIയെയും അന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം വളരെ തിടുക്കപ്പെട്ട് EDയും CBIയും ഈ കേസ് അന്വേഷിക്കേണ്ടതാണ്, ഇതിൽ PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും BJPയുടെ ടൂളായി തീരുകയാണോ ആ അർത്ഥത്തിൽ? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല. ഞങ്ങൾ ഈ ചർച്ചയിലിരിക്കുന്ന 3 പേരും പ്രാക്ടീസിങ് ലോയേഴ്സാണ്. ഞങ്ങൾ പറയുമ്പോൾ നിയമത്തിനകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷം പറഞ്ഞത് ഈ ഒരു അലിഗേഷൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളുടെ ബേസിൽ ഒരു അന്തർധാര ഉണ്ടാകുന്നു. ഈ പറഞ്ഞ ED വരും, അല്ലെങ്കിൽ മറ്റ് ഏജൻസി CBI വരുന്നു, SFIO വരുന്നു, അതിനിടയ്ക്കൂടി ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായി പോകുന്നു. ഇവരൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല, ഇവരത് ചെയ്യാനല്ല ഉദ്ദേശം, ഇതിൻ്റെ മേലൊരു പ്രഷർ ടാക്ടിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ആ പ്രഷറിൽ അവർ പഴകി കൊടുക്കും എന്നൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്സാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാം. ഞങ്ങൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പോലും ഈ ഇനിഷ്യലി വന്ന അലിഗേഷൻസിനെ ബേസ് ചെയ്തിട്ട് CMനെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറഞ്ഞാണ്. അതായത് ഇവർ ഈ 1.72 കോടി രൂപയുടെ ട്രാൻസാക്ഷനെ ഡിസലോ ചെയ്തല്ലോ. ഡിസലോ ചെയ്യുമ്പോൾ ഈ CMRL കമ്പനിക്ക് വെറുതെ ഒരു കാര്യമായ സർവീസ് ഒന്നുമില്ലാതെ ഒരു കമ്പനിക്ക് CMRL പണം കൊടുക്കുന്നു. അപ്പോൾ ആ പണം കൊടുത്തത് മൂലം CMRL എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് കമ്പനീസ് ആക്ടിലെ 447 കാര്യം. അപ്പോൾ അതെന്തിനു കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട്. എന്തിനു കൊടുത്തു എന്ന ചോദ്യത്തിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളുടെ മകളാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ആ ട്രാൻസാക്ഷൻ സർവീസ് ഇല്ലാതെയാണ് കൊടുത്തതെങ്കിൽ അതിന് മറ്റെന്തോ ഇടപാടുണ്ട് എന്ന അർത്ഥത്തിലും വ്യാഖ്യാനത്തിലും ആ കേസിലേക്ക് ഉൾപ്പെടുത്തുക സാധ്യമാണോ? അപ്പോൾ മറ്റെന്തോ ഇടപാടുണ്ട്, ആ ഇടപാട് കണ്ടെത്തണ്ടേ? ആ ഇടപാടില്ലാതെ നിൽക്കില്ലല്ലോ. അല്ല, അതിനാണ് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ അവർ പറയുന്നത് അത്രേ ഉള്ളൂ. ഇപ്പോൾ ROC പോലും അത്രയല്ലേ പറ്റുള്ളൂ അരുണെ. നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ക്രൈം വരുന്നതിന് മുമ്പായിട്ട്, ഒരു ക്രൈം വന്ന് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പായി നമ്മളെപ്പോൾ ഒരു അഭിഭാഷകർ എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ പണിയല്ലല്ലോ. ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരെ പോലും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം CMRLന് വഴിവിട്ട ഒരു നീക്കം നടത്തി, ഒരു ഇടപാട് നടത്തി എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇതിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന ക്ലോസ് നിൽക്കത്തുള്ളൂ. അതല്ലേ ശരി? അല്ല, അങ്ങനെയല്ല. രണ്ട് കാര്യങ്ങളാണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു ആസ്പെക്റ്റാണ്. ഞാൻ പറയുന്നത് ഒറിജിനൽ ട്രാൻസാക്ഷനിൽ തന്നെ ഇതിന് ഈ സർവീസ് ഇല്ലാതെയാണ് ഈ പണം CMRL എക്സാലോജിക്കിന് കൊടുത്തതെങ്കിൽ അതെന്തുകൊണ്ട് സർവീസ് ഇല്ലാതെ ആ പണം കൊടുത്തു എന്ന ചോദ്യത്തിന്റെ മറുപടി ബെനിഫിറ്റ് ഒരു ആസ്പെക്ട്. മുഖ്യമന്ത്രി ട്രാൻസാക്ഷന്റെ ക്വസ്റ്റ്യൻ ഇല്ല, കൊടുത്തിരിക്കണം. അതെ, അത് കണ്ടെത്താത്തിടത്തോളം കാലം ഈ വാദം നിൽക്കില്ല. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന് മറ്റൊരു ആസ്പെക്ട് ആണ്. അതെ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഇതിനകത്ത് വരില്ല. ഇത് വേറൊരു ആംഗിളാണ് പറയുന്നത്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പറഞ്ഞതനുസരിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ പേര് വരാനിടയുള്ളത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് CMRL എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു ഇടപാട് മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് ഇതിലേക്ക് വരേണ്ടതുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഇടപാട് കണ്ടെത്തിയതായി ഇതിൽ പറയുന്നില്ല. അങ്ങനെ പറയാത്തിടത്തോളം അതാണ് ചോദ്യം. ഞാനതിന് മുഖ്യമന്ത്രി അത് ചെയ്തു എന്നോ, മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ അതിൻ്റെ നിയമം പറയുകയാണ്. ഒന്നുകിൽ അങ്ങനെ പറയാം, അതായത് മുഖ്യമന്ത്രിയുടെ നിന്നൊരു ബെനിഫിറ്റ് കിട്ടിയത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറായ എക്സാലോജി കമ്പനിക്ക് CMRL കൊടുത്തു എന്നൊരു ആക്ഷേപം അത് അന്വേഷിച്ച് കണ്ടെത്തണം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ രണ്ടാമത്തെ ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ കണക്ട് ചെയ്യണമെങ്കിൽ അതും 447 ഫ്രോഡിൻ്റെ പർവ്യൂവിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട്
ഈ പറഞ്ഞ KSIDCയെ ബേസ് ചെയ്തിട്ട് പിന്നെ CMRലും XROGക്കും വരുന്നുണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ റിലേറ്റഡ് പാർട്ടിയാണോ എന്നത് കമ്പനിയുടെ ഡാറ്റ വെച്ചിട്ട് പരിശോധിക്കേണ്ട ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ടിൽ ഇല്ല അല്ലേ മുഹമ്മദ് ഷാ? ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റിലേറ്റഡ് പാർട്ടിയുടെ ഡെഫിനിഷനിൽ ഡയറക്ടറുടെ റിലേറ്റീവ്സ് വരും എന്നതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. ഡയറക്ടേഴ്സിന്റെ റിലേറ്റീവ്സ് CMRLന്റെ ഡയറക്ടർ ബോർഡിലുള്ള റിലേറ്റീവ് എക്സാലോജിക്കിന്റെ കമ്പനിയിലെ ഡയറക്ടർ ബോർഡിലെ റിലേറ്റീവും അവർ തമ്മിൽ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമല്ലേ റിലേറ്റഡ് പാർട്ടി വരത്തുള്ളൂ. CMRLന്റെ ഡയറക്ടർ ബോർഡ് തന്നെ വേണമെന്നില്ല. നമ്മൾ അതിന്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറയാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഡെഫിനിഷനിലേക്ക് 188ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ മുഖ്യമന്ത്രിയെ ROCയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താവുന്ന ഏതെങ്കിലും കുറ്റകൃത്യമുള്ളതായി തെളിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ അർത്ഥം. കുറ്റകൃത്യമില്ല എന്നുമല്ല, അതിനെ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. അതാണ് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ CPM ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്.